നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിസ്ഥാനം 2 ദിവസത്തേക്ക് രാജിവെക്കാനാണ് സുരേഷ് ഗോപി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്നിനു വേണ്ടിയല്ല, ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമരം നിൽക്കാൻ വേണ്ടിയിട്ടാണ് താൻ 2 ദിവസത്തേക്ക് രാജിവെച്ച സമരത്തിനിറങ്ങുന്നത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. തിരുവനന്തപുരത്തെ ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പമുള്ള ഓണാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് സുരേഷ് ഗോപി ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സർക്കാർ നൽകാനുള്ള ധനസഹായം നൽകിയില്ല എങ്കിൽ അടുത്ത ഓണത്തിന് മുമ്പ് കരുവന്നൂർ മോഡൽ സമരം ആരംഭിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ട്രാൻസ് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. സംസ്ഥാന സർക്കാർ ധനസഹായം നൽകണം. ട്രാൻസ് സമൂഹത്തിലെ 10 പേർ കൂടി ശസ്ത്രക്രിയയ്ക്കായി തുക നൽകും. ട്രാൻസ് സമൂഹത്തിനൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും. ധനസഹായം നൽകാൻ തയ്യാറായില്ല എങ്കിൽ മന്ത്രിസ്ഥാനം 2 ദിവസത്തേക്ക് രാജിവെച്ച സമരം നയിക്കും. അതിനുശേഷം തിരികെ ചെന്ന് വീണ്ടും മന്ത്രിയാവുമെന്നും സുരേഷ് ഗോപി പറയുന്നു. ഇന്നലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഞാനൊരു മന്ത്രിയാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. മെഡിക്കൽ കോളേജിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. ചോദ്യത്തോട് ആദ്യം പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി പിന്നീടാണ് ഇങ്ങനെ പ്രതികരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് സുരേഷ് ഗോപിയെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് വീട്ടിലെത്തി ക്ഷണിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരെ സംഗമത്തിലേക്ക് ക്ഷണിക്കുമെന്ന് സംഘാടകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സംഗമത്തിനെതിരെ BJP കടുത്ത വിമർശനം ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ ഇവർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം. സുരേഷ് ഗോപി എങ്ങനെ 2 ദിവസത്തേക്ക് രാജിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പരിഹാസപൂർണമാണ് പലരും എടുത്തിരിക്കുന്നത്. അങ്ങനെ തോന്നുമ്പോൾ രാജിവെച്ച് പുറത്തുപോയി സമരം ചെയ്ത് തിരിച്ചു കയറാൻ ഇതൊന്നും സ്വന്തം വീടല്ലല്ലോ എന്നുള്ള ഭാഷയൊക്കെ തന്നെ പലരും ഉപയോഗിച്ചിട്ടുമുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു കേന്ദ്രമന്ത്രിയെ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പാടില്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണോ എന്ന് ചോദിക്കുന്നവരും നിരവധിയാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു രാജി സംഭവ വികാസങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് പിന്നാലെ കേന്ദ്രമന്ത്രിമാരെ സംഗമത്തിലേക്ക്, അതായത് ഈ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നടക്കമുള്ള കാര്യവും ചോദ്യചിഹ്നമായി മാറുകയാണ്.